الحمد لله الذي فاطر السماوات والأرض، الذي خلقنا وسوانا ورزقنا، الذي أنزل من السماء ماء. اللهم لك الحمد حتى ترضى، ولك الحمد إذا رضيت، ولك الحمد بعد الرضا. نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على سيدنا محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا، إنا نخاف من ربنا يوما عبوسا قمطريرا. صدق الله العلي العظيم. فيا عباد الله، أوصيكم إياي أولا بتقوى الله. ഏറെ ബഹുമാനപ്പെട്ട സത്യവിശ്വാസിനികൾ, ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും സൂക്ഷിച്ച് ഭയപ്പെട്ട് ജീവിതം മുഴുവനും അള്ളാഹുവിനെ സമർപ്പിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവൻ മുത്തക്കീങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൗസിൽ അവിടുത്തെ എല്ലാ ആസ്വാദനങ്ങളും അനുഭവിച്ചുകൊണ്ട് കഴിയാൻ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ജസീറ എന്ന ലോകത്തിലെ വളരെ പ്രശസ്തമായ മാധ്യമ സ്ഥാപനത്തിലെ അനസ് ഷെരീഫ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രസ്താവന ലോകം വളരെ വിഷമത്തോടുകൂടി നോക്കിക്കാണുകയാണ്. അദ്ദേഹം ഫലസ്തീനിലെ അവസ്ഥയെപ്പറ്റി വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിങ്ങനെയാണ്: 21 മാസത്തിനിടെ ഒരു നിമിഷം പോലും ഞാൻ വാർത്ത നൽകുന്നത് നിർത്തിയിട്ടില്ല. ഇന്ന് ഞാനത് തുറന്നു പറയുന്നു. വിവരണാതീതമായ വേദനയോടെ ഞാൻ വിശപ്പിൽ മുങ്ങുകയാണ്, ക്ഷീണത്താൽ വിറയ്ക്കുകയാണ്. ഓരോ നിമിഷവും എന്നെ പിന്തുടരുന്ന ബോധക്ഷയത്തെ ചെറുക്കുന്നു.
ഗസ മരിക്കുകയാണ്, ഞങ്ങളും അതിനൊപ്പം മരിക്കുന്നു. ഇത് അവിടെ ലൈവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ പങ്കുവെക്കുന്ന പ്രസ്താവനയാണ്. 72 വർഷമായി അല്ലെങ്കിൽ അതിൽ കൂടുതലായി ഗസ എന്ന് പറയുന്ന പ്രദേശത്തെ ഇസ്രായേൽ എന്ന് പറയുന്ന തെമ്മാടി രാഷ്ട്രം വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം വരെ നാം അത് കണ്ടു. മിസൈലുകൾ വീഴുന്നത് നാം കണ്ടു. അവിടുത്തെ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, സ്ത്രീകൾ മരിച്ചു വീഴുന്നത് നാം കണ്ടു. ഏറ്റവും അവസാനമായിട്ട് കുറച്ച് 1-2 ആഴ്ചകളായിട്ട് വിശപ്പിനെയാണ് ആയുധമാക്കുന്നത് ഇസ്രായേൽ. പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സാധാരണഗതിയിൽ ഒരു മിസൈൽ വീണ് കൊല്ലപ്പെടുമ്പോ, വെടിയുണ്ട പതിച്ച് കൊല്ലപ്പെടുമ്പോ അത് പെട്ടെന്നുള്ള മരണമാണ്. എന്നാൽ വിശന്നുകൊണ്ട് മരിക്കുക എന്ന് പറയുന്നത് അത്ര പെട്ടെന്നുള്ള മരണമല്ല. അത് എല്ലാ വേദനയും അനുഭവിച്ചുകൊണ്ട് മരിക്കലാണ്. 1 ആഴ്ചയും 2 ആഴ്ചയും ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞൊട്ടി അസ്ഥിമാത്രമായിട്ടാണ് ഓരോ കുഞ്ഞുങ്ങളും മരിക്കുന്നത്. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് മതിയായ പോഷകാഹാരം കിട്ടുന്നില്ല. അക്കാരണത്താലും കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു. ഈ അടുത്തൊരു വൃദ്ധന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അദ്ദേഹം ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന വേളയിൽ തിരക്കുകൂട്ടാൻ, ആ സന്ദർഭത്തിൽ അദ്ദേഹം പാത്രം കാട്ടി നിൽക്കെ മരിച്ചു വീഴുകയാണ്. അപ്പൊ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ക്ഷീണിതനായിക്കൊണ്ട് മരിച്ചു വീഴുന്നു. അപ്പൊ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ര വലിയ ക്രൂരതയാണ്. മനുഷ്യന്റെ ഭാവനക്ക്, മനുഷ്യന്റെ ഇമാജിനേഷൻ ഒരു പരിധിയുണ്ട്. അതും കടന്ന് അതിൻ്റെ എല്ലാ പരിധികളെയും ലംഘിച്ചുകൊണ്ടുള്ള വളരെ നിഷ്ഠൂരമായ വംശഹത്യയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം സഹോദരന്മാരായ, അവരുടെ സഹോദരിമാരായ നമ്മൾക്ക് എന്നും ഉണ്ടാവണം എന്നാണ്. മഹ്മൂദ് ഹസനാത്ത് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം ഒരു ഖുതുബയിൽ പറയുന്നുണ്ട്, ലൈസു ജായിഈൻ, ഗസയിലെ ആളുകൾ എന്ന് പറഞ്ഞാൽ വിശന്നവർ എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുകയില്ല. ബൽ മുജവ്വിഊൻ, അവരെ പട്ടിണി കിട്ടതാണ്. വിശന്നവർ എന്നവരെ പറയൽ സങ്കടമല്ല, അവരെ പട്ടിണി കിട്ടതാണ് എന്ന് നമ്മൾ പറയണം. ലൈസു ഫുഖറ മുഹാസറൂൻ, അവർ ദരിദ്രരല്ല, അവർക്ക് ദാരിദ്ര്യമല്ല പ്രശ്നം, പക്ഷേ അവർ ഉപരോധിക്കപ്പെട്ടവരാണ്. ഭക്ഷണം കടത്തിവിടാതെ അവരെ ഉപരോധിച്ചിരിക്കാൻ. ലൈസു മസാക്കീൻ, അവർ പാവങ്ങളല്ല, മദ്ലൂമൂൻ, അവർ ദുർബലരല്ല, അവർ ആക്രമിക്കപ്പെട്ടവരാണ്. വഅമ്മാ നഹ്നുൽ മില്യാർ, എന്നാൽ ബാക്കിയുള്ള മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ, ലോകത്ത് അവരല്ലാത്ത അനേകം ശക്തിയുള്ള അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന വിശ്വാസികൾ ഉണ്ടല്ലോ. ലസ്നാ ആജിസീൻ ബൽ മുതഫാദലൂൻ, നമ്മൾ കഴിവുകെട്ടവരല്ല, നമ്മൾ പിന്മാറുന്നവരാണ്. ഈ പ്രശ്നത്തെ അത് പ്രശ്നമായി കണക്കാക്കാതെ നമ്മൾ നമ്മുടേതായ ലോകത്തേക്ക് തിരിച്ചു നടക്കുന്ന ആളുകളാണ്, അതിനെ മൈൻഡ് ചെയ്യാത്ത ആളുകളാണ് എന്നാണ് മഹ്മൂദ് ഹസനാത്ത് പറയുന്നത്. അബൂ ഉബൈദ എന്ന് പറയുന്ന ഹമാസിന്റെ സ്പോർട്സ് പേഴ്സൺ, അദ്ദേഹം എന്നും മീഡിയയിൽ വരാറുണ്ട്. അദ്ദേഹം അവസാനം പറഞ്ഞ വാക്കുകൾ അത് വളരെ ശക്തിയുള്ളതാണ്,
വളരെ മൂർച്ചേറിയ വാക്കുകളാണ്. അദ്ദേഹം ലോകത്തെ ഒന്നടങ്കം അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാൻ, യാ ഖാദത ഹാദിഹിൽ ഉമ്മൽ ഇസ്ലാമിയൽ അറബിയ, ഈ ഉമ്മത്തിന്റെ അറബ് രാഷ്ട്രങ്ങളുടെ നേതാക്കളെ, അന്തും ഹുസൂമന അമാമല്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്. ഇതൊന്നടങ്കം മുസ്ലിങ്ങളോട് പറയാൻ, പ്രത്യേകിച്ചും അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാരോട് പറയാൻ, അന്തും ഹുസൂമന അമാമല്ലാഹ്, അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളാണ്. അന്തും ഹുസൂം കുല്ല തുഫ്ലിൻ യതീം, എല്ലാ യതീം മക്കളുടെയും എതിർന്നവരാണ് നിങ്ങൾ. വകുല്ലു സക്ല, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഉമ്മമാരുടെയും ശത്രുക്കളാണ് നിങ്ങൾ. വകുല്ലു നാസിഹിൻ വകുല്ലു മുശർറദ്, വീട് നഷ്ടപ്പെട്ടു പോയ ആളുകൾ, അഭയാർത്ഥികൾ, ഇവരുടെയൊക്കെയും ശത്രുക്കളാണ് ഈ അറബ് രാഷ്ട്രങ്ങളുടെ തലവന്മാർ എന്ന് അബൂ ഉബൈദ പറയാൻ. എന്ന് പറഞ്ഞാൽ അവരല്ലാത്ത മുഴുവൻ മുസ്ലിം സമൂഹവും, മുഴുവൻ വ്യക്തികളും അള്ളാഹുവിന്റെ മുമ്പിൽ ഈ പ്രശ്നത്തിന്, ഈ പട്ടിണിക്ക് ഉത്തരം പറയേണ്ടി വരും എന്നാണ്. ആലോചിച്ച് നോക്കൂ, അറബ് രാഷ്ട്രങ്ങൾ എത്ര നിസ്സംഗരാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അവർ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങൾക്കൊരു തിന്മ കണ്ടാൽ, നിങ്ങളുടെ കൺമുന്നിൽ ഒരു തിന്മ നിങ്ങൾക്ക് കണ്ടാൽ, ഫല്യുഗയ്യിർഹു ബിയദിഹി, നിങ്ങളുടെ കൈ കൊണ്ട് തടയണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് പവർ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ കൈയെത്താ ദൂരത്താണെങ്കിൽ നിങ്ങൾ കൈ കൊണ്ട് തടയണം. ഇത് അറബ് രാഷ്ട്രങ്ങൾക്ക് സവിശേഷമായി ബാധകമായ പ്രവാചകന്റെ വചനമാണ്. അധികാരമുണ്ട്. ഫലസ്തീനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങളാണ് ഇറാൻ, ജോർദാൻ, സിറിയ. എന്നിട്ടും ഈ രാഷ്ട്രങ്ങൾ ആലോചിച്ച് നോക്കൂ, മിസ്രിൽ, ഈജിപ്തിൽ ആ റഫ അതിർത്തി തുറന്നു കൊടുത്താൽ മാത്രം അനേകം ട്രക്കുകൾ ഗസയിലേക്ക് കടന്നു ചെല്ലും. അവിടുത്തെ ഭരണാധികാരിയെ സിസി ആ റഫ അതിർത്തി തുറന്നു കൊടുക്കാൻ റെഡിയല്ല എന്നാണ്. ഇസ്രായേലുമായിട്ടുള്ള ഒരു പോളിസി നയതന്ത്രബന്ധം ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരുപാട് മുസ്ലിം സഹോദരന്മാരെ, തങ്ങളെ ഉമ്മത്തിൽ പെട്ട ആളുകളെ പട്ടിണിക്കിടാൻ, ആ ഭക്ഷണം അവിടുന്ന് കേടുപാടം വഹിച്ചു പോവുകയാണ്. അപ്പോ സവിശേഷമായിട്ടും ഈ അറബ് ഭരണാധികാരികൾ അള്ളാഹുവിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും എന്നാണ് സൗദി അറേബ്യയെ പറ്റി അവിടുത്തെ ഒരു രാഷ്ട്രീയ വിമതൻ പറയുന്നുണ്ട്. സൗദിയിലെ ജനങ്ങൾക്ക് ഫലസ്തീന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അദ്ദേഹം പറയാൻ, സൗദി ജനങ്ങൾക്ക് അതിയായ കൺസേൺ ഉണ്ട് ഈ വിഷയത്തിൽ. പക്ഷേ അവിടുത്തെ ഭരണകൂടം ആ ജനങ്ങളെ അടിച്ചമർത്താൻ, അവിടുത്തെ ഭരണകൂടം ജനങ്ങളെ സഹായിക്കുന്നതിനും തടയുകയാണ്. അവർക്കെതിരെ, ഭരണകൂടത്തിനെതിരെ പോസ്റ്റിട്ടാൽ അവരെ ജയിലിലടക്കാൻ, അങ്ങനെ വളരെ ശക്തമായ സർവൈലൻസിന്, നിരീക്ഷണത്തിന് സൗദി അറേബ്യയിലെ ജനങ്ങൾ വിധേയരാണ് എന്നാണ്. ഇത് അവിടെ മാത്രം ബാധകമല്ല, എല്ലാ അറബ് രാഷ്ട്രങ്ങളുടെയും ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ അതിയായ സങ്കടവും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ അവിടുത്തെ ഭരണാധികാരികൾ പല രാഷ്ട്രീയ താല്പര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് ഇതിന് സന്നദ്ധമാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആൻ വളരെ ശക്തമായി കൈകാര്യം ചെയ്ത വിഷയമാണ് ഭക്ഷണം തടയുക. നരകാവകാശികളെ പറ്റി പറയുമ്പോൾ വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ എന്ന് പറയുന്നുണ്ട്. അഗതികൾക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കില്ല. ഭക്ഷണം കൊടുക്കില്ല എന്നുള്ളതല്ല, ഭക്ഷണം കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാത്ത ആളുകൾ അവർ നരകാവകാശികളാണ്. അങ്ങനെയുള്ള ആളുകൾ നിസ്കരിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. മറ്റൊരിടത്ത്
പരിശുദ്ധ ഖുർആൻ സ്വർഗാവകാശികളെ പറ്റി പറയുന്നുണ്ട്. സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നു, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്. ആ സ്വർഗാവകാശികൾ പറയുമത്രേ, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഭക്ഷിപ്പിച്ചു. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്റ. ജനങ്ങളുടെ നന്ദിയോ ജനങ്ങളുടെ പരിഗണനയോ ഒന്നും ഞങ്ങൾക്ക് വിഷയമല്ലായിരുന്നു. ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ വജ്ഹ്, അള്ളാഹുവിന്റെ തൃപ്തി ഇതാഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഭക്ഷിപ്പിച്ചത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ അറബ് രാഷ്ട്രങ്ങളുടെ മുസ്ലിം നാമധാരികളായ തലവന്മാർ, അവർക്ക് ഈ വജ്ഹ് ബാധകമല്ല, അവർക്ക് ഈ എത്തിക്സ് ബാധകമല്ല. ഇസ്ലാമിന്റെ ഈ മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യം, അള്ളാഹുവിന്റെ വജ്ഹ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നീതിയുടെ പക്ഷത്ത്, നിങ്ങൾ ദുർബലരുടെ കൂടെ നിൽക്കണം എന്ന ഇസ്ലാമിന്റെ ഏറ്റവും മർമ്മപ്രധാന അധ്യാപനങ്ങളെ നിഷേധിച്ചുകൊണ്ട് ആ അറബ് തമ്പുരാക്കന്മാർ അവർ ഇസ്രയേലിന്റെ പക്ഷത്ത് വളരെ തെളിഞ്ഞു നിൽക്കുകയാണ്. തങ്ങളുടെ സഹോദരന്മാരാണ്, തങ്ങളുടെ അയൽവാസികളാണ്, അടുത്ത് താമസിക്കുന്ന ആളുകളാണ് എന്ന ബോധം പോലും ഇല്ല എന്നാണ്. അവർ കുറ്റക്കാരാണ്. എന്നാൽ നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? നമുക്കിത് ബാധകമില്ലേ? ജിയോഗ്രഫിക്കലായിട്ട് നമ്മൾ ഒരുപാട് ദൂരെയാണ്. നമ്മൾ ഇന്ത്യയിൽ, കേരളത്തിൽ, മലപ്പുറത്ത് ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെ ജീവിക്കുക നമ്മൾക്ക് എന്താണ് അവിടെ പട്ടിണി മൂലം ആളുകൾ കൊല്ലപ്പെടുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാനുണ്ടാവുക? ഇതിനെപ്പറ്റി വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ആലോചിക്കണം. ഒരു ഖുദ്സിയായ ഹദീസിൽ പ്രവാചകൻ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജൽ യഖൂലു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ അല്ലാഹു പറയും, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ എന്നല്ലാഹു വിളിക്കും. മരിത്തു ഫലം തഉദ്നി. അല്ലാഹു പറയാൻ, ഞാൻ രോഗിയായി, നീ എന്തുകൊണ്ട് എന്നെ സന്ദർശിച്ചില്ല? അപ്പോ ആളുകൾ പറയും, ഖാല യാ റബ്ബ് കൈഫ അഊദുക അൻത റബ്ബുൽ ആലമീൻ. നീ രോഗിയാവേ, അള്ളാഹു രോഗിയാവോ? അങ്ങനെ അള്ളാഹു രോഗിയായിട്ട് അള്ളാഹുവിനെ സന്ദർശിക്കേണ്ട അവസ്ഥ ജനങ്ങൾക്ക് വരുമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു പറയുന്നു, അമ്മ അലിംത അന്ന അബ്ദി ഫുലാനൻ മരിള ഫലം തഉദ്ഹു. എന്റെ അടിമ രോഗിയായിരുന്നല്ലോ, എന്റെ അടിമ രോഗിയായിരുന്നു, അപ്പോൾ നീ എന്തുകൊണ്ട് അദ്ദേഹത്തെ സന്ദർശിച്ചില്ല? അമ്മ അലിംത, നീ അറിയുക, അന്നക ലൗ ഉദ്തഹു ലൗ വജദ്തനി ഇൻദഹു. നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ നിനക്ക് അവന്റെ കൂടെ എന്നെ കാണാമായിരുന്നു എന്നല്ലാഹു പറയാൻ. ഇതേപോലെ അള്ളാഹു വീണ്ടും പറയും, ഇബ്ന ആദം ഇസ്തത്മഅതുക. എനിക്ക് വിശന്നപ്പോ നീ എന്തുകൊണ്ട് എന്നെ ഭക്ഷിപ്പിച്ചില്ല എന്ന് അള്ളാഹു ചോദിക്കും. അപ്പൊ ഇതേപോലെ ചോദിക്കാൻ അള്ളാഹുവിന് വിശക്ക്. അള്ളാഹു പറയുന്ന മറുപടി, എന്റെ അടിമ, എന്റെ ഇഷ്ടദാസന്മാർ വിശന്ന് കിടക്കുമ്പോ, മരിച്ചു വീഴുമ്പോ നീ എന്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാതിരുന്നത്? ആ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോ, ഉമ്മമാരുടെ നിലവിളികൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുമ്പോൾ, നിങ്ങൾ സ്റ്റാറ്റസുകളിൽ ആവർത്തിച്ച് കാണുമ്പോൾ, നിങ്ങൾ അത് നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ഇത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഈ വിഷയം തട്ടിയിട്ടുണ്ടോ? നിങ്ങൾ അങ്ങനെ അവർക്കെന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അവിടെ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണുമായിരുന്നു എന്നാണ്. അപ്പൊ നമ്മൾ ആലോചിക്കുക, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നതാണ്. നമ്മുടെ സഹോദരന്മാരാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് അവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമുക്ക് ഈ സ്പേഷ്യൽ ഡിസ്റ്റൻസ് വലിയ പ്രശ്നമാണ്, അവിടെ എത്താൻ പറ്റുകയില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അവിടേക്ക്
സ്വതക്ക ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടോ? വളരെ പ്രയാസമായിരിക്കും. പക്ഷെ നമ്മൾ അന്വേഷിക്കാൻ റെഡിയാവണം. അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നാം വളരെ സീരിയസ് ആയിട്ട് നടത്തേണ്ട ഒന്നാണ്. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ടത്, പല ഖുതുബകളിലും പറഞ്ഞ കാര്യമാണ് ബഹിഷ്കരണം എന്ന് പറയുന്നത്. നമുക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ചരിത്രത്തിൽ ഒരുപാട് മാതൃകകൾ നമുക്ക് കാണുവാൻ പറ്റും. സുമാമ റളിയല്ലാഹു അൻഹു പ്രവാചകനെ ബഹിഷ്കരിച്ചപ്പോ ശത്രുക്കൾ, സുമാമ പറഞ്ഞു, ഇനി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സാധനവും വരികയില്ല, ഇമ്പോർട്ട് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. ഇത് നമുക്ക് ഇസ്ലാം ചരിത്രത്തിൽ പല സന്ദർഭത്തിലും കാണാൻ പറ്റുന്ന കാര്യമാണ്. പണ്ട് ഫൈസൽ രാജാവ്, സൗദിയിലെ ഇപ്പോഴത്തെ പോലത്തെ രാജാക്കന്മാരല്ല, പണ്ട് സൗദിക്ക് നട്ടല രാജാവ് ഉണ്ടായിരുന്നു, ഫൈസൽ രാജാവ്. അദ്ദേഹം അന്ന് ധീരമായി പ്രഖ്യാപിച്ചിരുന്നു, ഇനി നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തിൽ നിന്ന് പെട്രോൾ ലഭിക്കുകയില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ധീരമായ തീരുമാനങ്ങൾ എടുത്ത ആളുകൾ നമ്മുടെ പിൻഗാമികളായിട്ടുണ്ട്. ഞാൻ പറയുന്നത് നമുക്കതിൽ ഒരുപാട് മാതൃകയുണ്ട് എന്നാണ്. ഈ ബഹിഷ്കരണത്തിൽ വലിയ എഫക്റ്റ്, വലിയ റിസൾട്ട് അതിന് ഇവിടെ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും. അറ്റ്ലീസ്റ്റ് നാളെ പടച്ചവന്റെ മുമ്പിൽ നിങ്ങൾ എന്താ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഹാജരാക്കപ്പെടുമല്ലോ. കൊല്ലപ്പെട്ട കുട്ടികൾ അവിടെ ഉണ്ടാവും, ഉമ്മമാർ അവിടെ ഉണ്ടാവും, അവിടെ രക്തസാക്ഷിത്വം വഹിച്ച യുവാക്കൾ അവിടെ ഉണ്ടാവും. ഇവരൊക്കെ ഉണ്ടാവുമ്പോൾ അവരൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും, ഇവരൊക്കെ ഞങ്ങളെ സഹായിച്ച ആളുകളാണ്. എന്നാൽ അവർ ചില ആളുകളിലേക്ക് ചൂണ്ടും. ഈ പ്രശ്നം നടക്കുമ്പോഴും മുഖം തിരിഞ്ഞ് നടന്ന ആളുകൾ, തങ്ങളെ ഒട്ടും കൂസാതെ, ഒട്ടും ബാധിക്കാതെ തങ്ങളുടെ മാത്രം ജീവിതം നോക്കി നടന്ന ആളുകളെയും അവർ വിരൽ ചൂണ്ടും. അതിൽ പെടാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ ഇവിടെ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ നാം കർമ്മനിരതരാവുക എന്നതാണ്, ചെയ്തുകൊണ്ടേയിരിക്കുക എന്നതാണ്. നമുക്ക് എന്താണോ സാധിക്കുന്നത് അത് ചെയ്യുക. അത് ഉത്ബോധനങ്ങളാവാം, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവും, ഈ വിഷയത്തെപ്പറ്റി തീരെ ധാരണ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും, അവരോട് ഈ വിഷയം ഉത്ബോധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഒരു ചെറിയൊരു സർക്കിള് മാത്രമായിരിക്കും, പക്ഷെ അധികം ആളുകൾക്കും ഇത് വലിയൊരു ധാരണ ഉണ്ടാവില്ല. ഇതൊക്കെ അത്ര വലിയ പ്രശ്നക്കാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അവരോടൊക്കെ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യുക എന്നതാണ് ഏറ്റവും ഉചിതമായ കാര്യം എന്ന് പറയുന്നത്. വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് ആളുകൾ നിരാശപ്പെട്ടു പോകും എന്നതാണ്. സാധാരണ ആളുകൾ ഇതിപ്പോ കുറെ ആയല്ലോ, ഇപ്പൊ 2 വർഷം ആവാനായല്ലോ, അള്ളാഹുവിന്റെ സഹായം എന്താ വരാത്തത്? ഇത് സ്വാഭാവികമായ സംശയമാണ്. അള്ളാഹു ഇടപെടുന്നില്ലേ? അള്ളാഹു ഇല്ലേ? അള്ളാഹു ഉണ്ടെങ്കിൽ ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടൂലല്ലോ. അള്ളാഹു ഉണ്ടെങ്കിൽ ശത്രുക്കൾ ഇങ്ങനെ അധികാലം വസിക്കുകയില്ലല്ലോ. അപ്പൊ റബ്ബില്ലേ? അങ്ങനെ അള്ളാഹുവിന്റെ സഹായത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളും നമ്മുടെ ചുറ്റുമുണ്ടാവും. അവരോടും കാര്യം പറഞ്ഞ് മനസ്സിലാപ്പിക്കാൻ, അവർക്കും പ്രചോദനം നൽകാൻ നമുക്ക് സാധിക്കണം. അത് സാധിക്കണമെങ്കിൽ നാം വിശുദ്ധ ഖുർആൻ ശരിക്കും പഠിക്കണം, ശരിക്കും മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, പരലോകത്തേക്ക് വേണ്ടി അവരുടെ ശിക്ഷ നീട്ടിവെക്കുകയാണ് എന്നാണ്. വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലി ലഹും ഖൈറുൻ ലിഅൻഫുസിഹിം ഇന്നമാ നുംലി ലഹും ലിസ്ദാദു ഇസ്മാ എന്നാണ്. അപ്പൊ അള്ളാഹു അശ്രദ്ധനാണ്, അള്ളാഹു ഒന്നും ചെയ്യാത്തത് അവർക്ക് ഖൈറിങ്ങനെ കൊടുക്കാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇന്നമാ നുംലി ലഹും ലിസ്ദാദു ഇസ്മൻ, അവരുടെ പാപങ്ങൾ അധികരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു വൈകിപ്പിക്കുന്നത്. ഇത് ഇസ്ലാമിന്റെ ഒരു തത്വമാണ്. അപ്പൊ എന്തുകൊണ്ടാ സഹായം വൈകുന്നത്? അത് അള്ളാഹു മനഃപൂർവ്വം ചെയ്യുന്നതാണ്.
ശത്രുക്കളുടെ പാപം വർദ്ധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അങ്ങനെ ചെയ്യുന്നതെന്ന് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രവാചകൻ പറയുന്നു, ഇന്നൽ അബ്ദ ഇദാ സബഖത് മിനല്ലാഹി മൻസിലതൻ, അള്ളാഹു അവന്റെ അടിമകൾക്ക് ഒരു പദവി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാവും, ഒരു ഉന്നതമായ ഒരു പൊസിഷൻ. എന്നിട്ട് പറയുന്നു, ലം യബ്ലുഗ്ഹാ ബി അമലിഹി, അവന്റെ കർമ്മം കൊണ്ട് മാത്രം മനുഷ്യൻ ആ പദവിയിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ ഇബ്തിലാഹു അല്ലാഹു ഫീ ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അല്ലാഹുവിനെ പരീക്ഷിക്കും, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കും, സന്താനങ്ങൾ കൊണ്ട് പരീക്ഷിക്കും. ആ പരീക്ഷണങ്ങളിൽ സുമ്മ സബ്ബറഹു, അവൻ അതിനെ സബ്ർ കൊണ്ട് അതിജയിച്ചാൽ അലാ ദാലിക് ഹത്താ യബ്ലഗുൽ മൻസിലതി സബഖത് ലഹു മിനല്ലാഹി തആല, അല്ലാഹുവിന്റെ ആ ഒരു പദവിയിലേക്ക് അവൻ ചേക്കേറും എന്നാണ്. അപ്പൊ അള്ളാഹു ഫലസ്തീനികൾക്ക് ഒരു പദവി നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ പദവിയിലേക്ക് അള്ളാഹു അവരെ ഉയർത്തുകയാണ്. ഇങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് പലസ്തീനികളുടെ മാത്രം വിഷയത്തിലല്ല. നമുക്കും പ്രശ്നം വരുമ്പോ, സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരുമ്പോ, നമുക്ക് അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വരുമ്പോ, ആ പരീക്ഷണങ്ങളെ നാം സബറോടുകൂടി അഭിമുഖീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ അടുക്കൽ ശരിക്കും ഉയരുകയാണ് ചെയ്യുന്നത്. അള്ളാഹു നിശ്ചയിച്ച ആ പദവിയിലേക്ക് നാം എത്തുകയാണ് എന്നാണ്. വിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, അള്ളാഹുവിന് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വിശ്വാസികളെ അവർക്ക് വിജയം നൽകി അനുഗ്രഹിക്കാമായി. വലൗ യശാ അല്ലാഹു ലൻതസറ മിൻഹും, അള്ളാഹു ഇച്ഛിച്ചാൽ, അള്ളാഹു വളരെ സിമ്പിളാണ്. ഒറ്റ സെക്കൻഡ് മതി ഇത് മൊത്തം തകിടം മറിക്കാൻ. ഇസ്രായേലിനെ മൊത്തം ഇല്ലാതാക്കാൻ ഒറ്റ നിമിഷം മതി. ഫലസ്തീനികളെ, ഈ ലോകത്തിലെ വിധങ്ങളായ മുസ്ലിങ്ങളെ സഹായിക്കാൻ ഒറ്റ നിമിഷം മതി. വലാകിൻ യബ്ലു ബഅ്ദുകും ബിബഅദ്, അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ്. നിങ്ങൾ പരീക്ഷണങ്ങൾ വരുമ്പോ, നിങ്ങൾക്ക് പ്രശ്നം വരുമ്പോ നിങ്ങൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത്? ആ പരീക്ഷണം രണ്ട് രീതിയിലാണ്. ഒന്ന്, നമുക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്, അത് ഒന്ന്. രണ്ടാമത്തത്, നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രശ്നം വരുമ്പോൾ, വിശ്വാസികളായ ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലെ മുസ്ലിമീങ്ങൾ, നമ്മുടെ സഹോദരന്മാർ, ഫലസ്തീനിലെ സഹോദരന്മാർ, സിറിയ, റോഹിംഗ്യ, ഇവിടേക്ക് ആളുകൾക്ക് പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയിട്ട് പോവാണോ? അല്ല, നിങ്ങൾക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്, ഒരു ഇടങ്ങേറക്കുള്ളിലുണ്ട്. ആ ഇടങ്ങേറ്, നിങ്ങൾ അനുഭവിക്കുന്ന ആ മാനസിക പിരിമുറുക്കം, അതിനു പോലും അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കും എന്നാണ്. അപ്പൊ ഇത് കൺസേൺ ഉണ്ടാവുക എന്നതാണ്. ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ വിശ്വാസികൾക്ക് ഉണ്ടാവുക. അതോടൊപ്പം തന്നെ വതവാസൗ ബിൽ ഹഖ്, ഈ സത്യത്തെ നിങ്ങൾ പരസ്പരം ഉപദേശിക്കുക. നിങ്ങൾ പരസ്പരം ഉപദേശിച്ച് വിശ്വാസികൾക്ക് എല്ലാം ഈ വിഷയത്തിൽ ഒരു ധാരണയുള്ള അവസ്ഥ. അങ്ങനെ ഐക്യത്തോടുകൂടി, മുസ്ലിം ലോകം ഐക്യത്തോടുകൂടി പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന, ഇതിന് പരിഹാരം ലഭിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ മാറണം എന്നാണ്. നമ്മൾ ഒരുപാട് പിന്നിലാണ് ആ കാര്യത്തിൽ. നമ്മൾ ഒരുപാട് പിന്നിലാണ്. അറബ് രാഷ്ട്രങ്ങളുടെ കാര്യം പോട്ടെ, കേരളത്തിൽ തന്നെ പല കാര്യങ്ങളിലും ഇന്നും വളരെ ലാഹിറായി, പ്രത്യക്ഷമായി തന്നെ പരസ്പരം ആക്ഷേപങ്ങൾ നടക്കുകയാണ്. അത് മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ആക്ഷേപങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഐക്യമില്ലാത്ത, ഒരു ഐക്യബോധമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഒരു ഉമ്മത്തി സങ്കല്പത്തിലേക്ക് നമുക്ക് വളരാൻ സാധിക്കണം. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ഈ മുസ്ലിം ഉമ്മത്ത് ഒരു ശരീരം പോലെയാണ് എന്നാണ്. അതിലെ ഒരു അവയവത്തിന് പ്രശ്നം വന്നാൽ ബാക്കിയെല്ലാ അവയവവും അതിന് ഐക്യദാർഢ്യപ്പെടുന്ന പോലെ നിങ്ങൾക്ക് ആ ഒരൊറ്റൊരു ബോധം ഉണ്ടാവണം. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം ഈ ഭൂമിയിലേക്ക് എത്തുക. ഫലസ്തീൻ നമ്മുടെ മുമ്പിൽ വേദനിക്കുന്ന, നമ്മുടെ കൽബിനെ പിടിച്ചു കുലുക്കുന്ന, നമുക്ക് കണ്ണീർ വരുന്ന
പ്രശ്നമാണ്. ഇത് എന്നാണ് അവസാനിക്കുക എന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. ഈ പട്ടിണി എന്നാണ് അവസാനിക്കുന്നത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ്. പക്ഷേ നാം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു നിലക്കും കുറ്റക്കാരാകുന്നില്ല. ഞാൻ എൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ടും നിർവഹിക്കുന്നുണ്ട്, എനിക്കെവിടെയും ഒരു പിഴവ് പറ്റുന്നില്ല, നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അള്ളാഹുവിന് മുമ്പിൽ എനിക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും എന്ന കാര്യം അത് ഓരോ വ്യക്തികളും, നാം ഓരോരുത്തരും മനസ്സിൽ ഉറപ്പിക്കണം. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ വിജയം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും എന്ന പ്രതീക്ഷ ഈ ഉമ്മത്തിന് വേണം. നിരാശയുടെ വർത്തമാനം അതുണ്ടാകാൻ പാടില്ല. നിരാശയുടെ വർത്തമാനം നമുക്ക് ഒരു നിമിഷം പോലും നമ്മിൽ നിന്നത് വരാൻ പാടില്ല എന്നാണ്. ഫലസ്തീനു വേണ്ടി, ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, ഉമ്മത്തിൻ്റെ വിഷയമായിട്ട് പരിഗണിക്കുന്ന ഒരു സമൂഹമായി അല്ലാഹു നമ്മെ മാറ്റി തീർക്കുമാറാകട്ടെ.